സംസാരം ചാനൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് പെപ്പർ റോസ്റ്റ് ആണ്. ഗസ്റ്റുകളൊക്കെ വരുവാണെങ്കിൽ വിശേഷമുള്ള ദിവസങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫ് ഞങ്ങൾ പെപ്പർ ഇട്ടിട്ട് തയ്യാറാക്കാൻ വേണ്ടി എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ പെപ്പർ ഇട്ട് തയ്യാറാക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് അത് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് സാധനങ്ങളെല്ലാം നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ കുരുമുളക് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ആ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ലെസ്ലി, ഞാൻ ലവ്ലി. നമുക്ക് അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. 1 കിലോ ബീഫ്, 2 മുളക് അരിഞ്ഞത്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ചെറിയുള്ളി അരിഞ്ഞത്, വെളുത്തുള്ളി, ഇഞ്ചി, നെയ്യ്, നാരങ്ങ, വെളിച്ചെണ്ണ, തേങ്ങാക്കൊത്ത്, പിന്നെ വേണ്ടത് കറിവേപ്പില. ബീഫ് നമുക്ക് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇനി 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അതും കൂടി അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകും കൂടി നമ്മൾ അരിഞ്ഞത് അതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നാരങ്ങാനീര് അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് അതിലേക്ക് നന്നായിട്ട് ചേരണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് കുക്കറിലിട്ട് വേവിക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വേവിച്ചെടുക്കാം. അഞ്ച് വിസിലടിച്ചിട്ടുണ്ട്. ഏകദേശം ബീഫ് വെന്തിട്ടുണ്ടാവും. നമുക്ക് കുക്കർ ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു പാൻ വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും മതി. ഇവിടെ ഞങ്ങളിപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഉരുകിയിട്ടുണ്ട്. നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ചെറിയൊരു ഗോൾഡൻ കളർ ആയാൽ മതി. അതുവരെ ഒന്ന് ചെറുതൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാക്കൊത്ത് ആയിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചെറിയുള്ളി അരിഞ്ഞത്, ഒരു 30 ചെറിയുള്ളി ഉണ്ട്. അതും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ഗോൾഡൻ കളർ ആകുന്നോടം വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേവിച്ച് വെച്ച ബീഫ് നമുക്ക് വെള്ളത്തോടു കൂടി തന്നെ ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി വെള്ളം പറ്റിച്ച് നമുക്ക് റോസ്റ്റ് ആക്കി എടുക്കാം. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. കുറവുണ്ടെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് റോസ്റ്റ് ആക്കി എടുക്കാം.
നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിൽ കൂടെ നമുക്കൊന്ന് തൂളിക്കൊടുത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം നമുക്ക് സെർവിങ് ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഞങ്ങളുടെ ബീഫ് പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് കഴിക്കാൻ വേണ്ടി മക്കളെല്ലാവരെയും കൂട്ടി ഞങ്ങളുടെ വീടിൻ്റെ മുൻവശത്തുള്ള വയലാണിത്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ചില സമയങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കാറുണ്ട്. അപ്പോൾ മക്കൾ പറഞ്ഞു നമുക്കിന്ന് ഇവിടെ വന്നിരുന്ന് കഴിക്കാമെന്ന്. തിരുവണ്ണാമൊഴി ഡാമിൻ്റെ വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണ് ഇതല്ല. ഞങ്ങളുടെ വീടിൻ്റെ മുൻവശമാണ് ഈ വയലെല്ലാം. നല്ല ഭംഗിയാണ്. അപ്പോൾ നന്നായിട്ട് ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നല്ല ടേസ്റ്റി ആയിട്ട് അപ്പോൾ പിള്ളേർക്കൊന്ന് വിളമ്പി കൊടുക്കാം. തേങ്ങാക്കൊത്തും ആ കഷ്ണമൊക്കെ ഒന്ന് എടുത്ത് നോക്കി. കുരുമുളകിൻ്റെ രുചി ഉണ്ടാകുന്ന നോക്കിയേ. ബ്രെഡിൻ്റെ കൂട്ടത്തിലും അപ്പത്തിൻ്റെ കൂട്ടത്തിലും പൊറോട്ടയുടെയും ചപ്പാത്തിയുടെ കൂട്ടത്തിലും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഞങ്ങൾ അടിപൊളി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.